ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമൻറ്റിലില്ലേ വിധവയാണ് എന്നുള്ള കമൻറ്റ് വന്നു. ഇനി വിധവ എന്ന് പറയില്ല. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത്? ഇപ്പോൾ വിധവയല്ല, അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ഹായ്, സാജിദ ഷാജി എല്ലാവർക്കും അറിയാമല്ലേ. ഒരു ഫാമിലി വ്ളോഗറാണ്. ഞാൻ അവരെ ഫസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചത് എൻ്റെ ഭർത്താവ് എങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഫസ്റ്റ് ഒരു കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തായാലും നമ്മൾ ഒരു അങ്ങനത്തെയുള്ള വീഡിയോസ് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലൊരു നാഥൻ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു ഭാര്യയുടെ അവസ്ഥ, അതും 5 കുട്ടികളുള്ള ഒരു ഭാര്യ, അതേപോലെ ഒരു ഉമ്മ. അപ്പോൾ ആ കുട്ടികളെ വളർത്താൻ വരുന്ന കഷ്ടപ്പാട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ സ്ത്രീകൾക്കൊക്കെ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വീഡിയോ എടുത്ത് കാണുകയുണ്ടായി. കണ്ടതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, അവരുടേതായ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു വീട്ടമ്മ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും സങ്കടത്തോടെ പറഞ്ഞ ഒരു വീട്ടമ്മ. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറേ വർഷങ്ങൾ എന്ന് പറയാൻ ഒരു വർഷം മാസങ്ങൾ പിന്നിട്ടപ്പോൾ അവരെ വീഡിയോ കൂടുതലായിട്ട് ഷോർട്സിലാണ് ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഷോർട്സിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ അവരുടെ ജീവിത സാഹചര്യം മാറുന്നതനുസരിച്ചിട്ട് അവരുടെ ഡ്രസ്സിലും എല്ലാത്തിലും ലൈഫ് സ്റ്റൈലിലും ഒരു മാറ്റം കണ്ടു തുടങ്ങി. അതൊക്കെ പിന്നെ സർവ്വസാധാരണയാണ്. കാരണം നമ്മൾക്ക് എപ്പോഴും വിഷമിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മളെ ജീവിതം മുന്നോട്ട് പോകണമല്ലോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ നമ്മുടെ മക്കളെ ആരും നോക്കാനില്ല. അപ്പം അതിൻ്റെ ഇടയിൽ അവർ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കാരണം 5 മക്കളെ നോക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭർത്താവില്ലാതെ സ്വന്തം വീട് പോലും ഇല്ലാതെ മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്ന ഒരു അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് യാതൊരുവിധ ഇതും പറയാനില്ല, കുറ്റങ്ങളും പറയാനില്ല. കാരണം സന്തോഷമേ ഉള്ളൂ. നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ യൂട്യൂബ് ചാനൽ വഴിയിട്ട് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകളെ, കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതാവും. കാരണം ഒരു സ്ത്രീകളും അബലയല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആരും ഇല്ലാത്തവരല്ല എന്ന് തെളിയിക്കാനായിട്ട് ഇങ്ങനെ കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ അവർക്ക് ഈ കാണുന്നവർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അവരുടെ സമയവും അതേപോലെ തന്നെ പൈസയും കളഞ്ഞിട്ട് അവരിരുന്ന് ആ വീഡിയോ കണ്ടു തീർക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സഹായം കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയുള്ളവരുടെ വീഡിയോ കാണുന്നത്. പക്ഷേ ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും പെണ്ണിനെ അങ്ങോട്ട് അഹങ്കാരം തലക്ക് പിടിച്ച ഒരു കൂട്ടത്തിൽ പെട്ടു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അവരുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് പോലും പോസിറ്റീവായിട്ടില്ല. കാരണം എല്ലാവരെയും അവർ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം. വെറുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂട്യൂബിൽ വന്ന എങ്ങനെയാണ് വന്നത് എന്ന് മറന്നുപോയ ഒരു രീതിയിലാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമിൽ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ എഴുതും പ്ലീസ് സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ ലൈക്ക്. കാരണം നമ്മൾ അവരോട് യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയണം. കാരണം നമ്മൾക്ക് ഈ കാണുന്ന ആളുകളില്ലെങ്കിൽ നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകില്ല. അവർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആ ചെയ്ത ആളുകളെ, അതും ഫസ്റ്റ് ടൈമിൽ ചെയ്ത ആളുകളെ നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളുടെ സംസാരം കേട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ആ ഒരു ഇതിൽ അവരുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ എല്ലാവരും സഹായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരുടെ വരും ദിനങ്ങളിൽ വരുന്ന അഹങ്കാര സംസാരം കേൾക്കുമ്പോൾ ഏതൊരാളുകൾക്കായാലും ദേഷ്യം വരും. അങ്ങനെ 1-2 വീഡിയോ ഇതിന് മുമ്പ് എന്തോ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു അതിൽ എനിക്കത്ര ക്ലിയർ ആയിട്ടൊന്നും തോന്നിയില്ല. അവർ ആ ഒരാളെ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഏതോ ഒരു ചാരിറ്റി അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുകയും വാട്സപ്പിൽ സംസാരിക്കും. ഒരാൾക്ക് വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്.
ഒരു അന്യാണിന് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ അവരായിട്ട് നല്ല രീതിയിൽ ഇടപഴകിയിട്ടുണ്ടാവും. ഇവളുടെ തിരക്കങ്ങളും കാര്യങ്ങളും കാരണം അവരെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവൾക്കും താല്പര്യം വേറെ ഒരു അതിലും വലിയൊരു കോള് വന്നിരിക്കുമ്പോൾ അവർക്കത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ സംസാരിക്കാനും ഇതുണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. എന്നാലും ഇപ്പോൾ വരുന്ന ഈ കമൻറ്റുകൾക്ക് മറുപടി ആയിട്ട് അവൾ അഹങ്കാരത്തിലുള്ള അഹങ്കാരം എന്ന് പറയാനില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട വീഡിയോ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വിധവ എന്ന് വിളിക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ നമ്മൾ സാധാരണയായി നമ്മുടെ ഇതിൽ വിധവ എന്ന് തന്നെയാണല്ലോ വിളിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ ഇവളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ ഇവളോട് ചോദിക്കും, നീ വിധവ എന്ന വേഷത്തിലല്ലേ ഞങ്ങളുടെ മുന്നിൽ വന്നത്? ആ ഒരു വാക്ക് കൊണ്ട് മാത്രമാണ് ഇത്രയും സപ്പോർട്ടേഴ്സിനെ ഇവൾക്ക് കിട്ടിയത്. അല്ലാതെ വേറെ ഒരു തരത്തിലും ഒരു അത്ര വലിയ വീഡിയോസൊന്നും ആ പെൺകുട്ടി ഇട്ടതായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും അവർ ഇട്ടിട്ടില്ല. സാധാരണ അവർ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇല്ലായ്മ, കൂടുതലായിട്ട് ഇല്ലായ്മയാണ് ഇവരുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഇവർക്ക് ജീവിത ശൈലിയിൽ വ്യത്യാസം വന്ന് ഈ കാണുന്ന ആളുകളൊന്നും അതേപോലെ ഇവരെ സഹായിച്ച ആളുകളൊന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം. കാരണം പണമാണ് മുഖ്യം. എവിടെയും പണം വന്ന് ചേർന്ന മനുഷ്യന്മാർ ഓട്ടോമാറ്റിക്കലി വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മ വഴികൾ മറക്കും, നമ്മളുടെ കണ്ണിൽ ഇരുട്ട് മൂടും. അപ്പോൾ അതിലാരാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവാതെ വരും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാൻ നേരം ഇപ്പം റീസെൻ്റ്ലി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ പോലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ചതാണോ അവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സാജിദയുടെ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ ചാനൽ നാളെ കഴിഞ്ഞ് ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് അവരെ വീഡിയോ കണ്ടാൽ അറിയാം ഇന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു 5-6 കമൻറ്റുകൾ അവർ ഇട്ടിട്ടുണ്ട്. ഈ സാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുണ്ട്. അവരെ പോലെ തന്നെ സാധാരണ രീതിയിൽ ഒരു ഭർത്താവ് ഇല്ലാത്ത ഒരു പെൺകുട്ടി തന്നെയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആരോടും ആദ്യമൊക്കെ ഇടുന്ന വെച്ചാൽ നമുക്കൊരു സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 പേരോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, അല്ലെങ്കിൽ അവരോടൊന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടൊക്കെ വേണം ഇപ്പോൾ പറയാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതൊരു ഒരു കൈത്താങ്ങാണ്. അപ്പോൾ അവർക്കത് അവരുടെ മുന്നിൽ ചിലവർക്ക് പടച്ചൊന്ന് കൊടുത്തൊരു വാതിലാണ്. അപ്പോൾ ആ വാതിലിൽ കൂടെ മറ്റുള്ളവരോട് ഇവർ നേരിട്ട് ചോദിക്കും. അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ സഹായിക്കുന്നവരാണെങ്കിൽ അവരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അവരെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കും. അപ്പോൾ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വീട്ടുവേല എടുത്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് പോകാം. ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ സലാം പറഞ്ഞിട്ട് പോലും മടക്കാരാണ് മസ്റൂറ ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അറിയാം. ഞാൻ പറഞ്ഞ് ഞാൻ ചോദിച്ച് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ സലാം പറഞ്ഞിട്ട് പോലും മടക്കാരാണ് മസ്റൂറ ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അറിയാം. ഞാൻ പറഞ്ഞ് ഞാൻ ചോദിച്ചു ഞാൻ ആ വീഡിയോ ചെയ്തത് എൻ്റെ അപ്പം നിനക്ക് അതിന് മുന്നേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതിന് മുന്നേ ഞാൻ വിളിക്കാൻ എനിക്ക് നമ്പറില്ലാണ്ട് പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഇല്ലാണ്ട്. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് പിന്നെ നമുക്കില്ലേ പൊതുവിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല. പിന്നെ നിനക്ക് വസ്തു ആയില്ലേ, വീടായില്ലേ, വസ്തു ഉമ്മ ഇഷ്ടകാലം തന്നതാണ്, വീടായില്ലേ, എൻ്റെ മക്കളെ പോലെ 5 മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനും അതുപോലെ 3 മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിനക്ക് നാട്ടുകാരെ മുമ്പ് എനിക്ക് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നാളെ നിൻ്റെ വീഡിയോസ് 50 പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന്. എന്നാൽ എൻ്റെ ചാനലൊന്ന് റിപ്പോർട്ട് അടിക്കട്ടെ. ആരാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, ആരാണ് പറഞ്ഞതെന്നറിയാം. എനിക്ക് നമ്പറുണ്ടെന്ന് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ വിളിച്ചത് ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പച്ച ഇറച്ചി തിന്നുന്ന ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ വല്ലാതെ ഡിലീറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് അള്ളാഹു സത്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആരെ വീഡിയോയും എൻ്റെ വീഡിയോയിൽ അടിയിൽ വന്നിട്ട് കമൻറ്റ് പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇത് അസൂറ ഫാത്തിമ ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാജിദ ഷാജിനെ പോലെ തന്നെ ഭർത്താവ് ഇല്ലാത്തൊരു ആളാണ്. അപ്പോൾ അതിലും അവർക്ക് 3 കുട്ടികളാണ്. ഒരു പെൺകുട്ടി, മൂത്തത് പെൺകുട്ടി, 2 ആൺകുട്ടികൾ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല. അവർക്ക് മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല എന്നാണ് പറയണത്. അവർ ഇങ്ങനെ മറ്റുള്ളൊരു സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്.
അപ്പോൾ ഈ സാജിദ ഷാജിയും ഇതേ ടൈപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ അസൂറ ഫാത്തിമയുടെ വീഡിയോ കാണുന്ന ഒരാൾ ഈ സാജിദ ഷാജിയുടെ കമൻറ്റിന് താഴെ പോയിട്ട് പറഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, അവർക്ക് ലക്ഷങ്ങളാണ് സഹായം കിട്ടുന്നതെന്ന് എന്തോ വിഷയം വന്ന്. അത് ഇപ്പം സാജിദക്ക് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് ഓരോരുത്തരെയും തീരുമാനമാണ് അല്ലേ. ഓരോരുത്തരെ കണ്ടറിഞ്ഞിട്ടാണ് ഓരോരുത്തർ സഹായം ചെയ്യുക. ഈ സാജിദക്ക് ഇപ്പോൾ ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഈ തൂറിയതും മുള്ളിയതും എല്ലാവരും ഈ ഓൺലൈനിൽ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയുകയും ചെയ്യും. അതിന് പബ്ലിക് ആരെങ്കിലും പോയിട്ട് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബാഡ് കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാൾ അവളെ സ്നേഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റുകൾ ഇടുന്നത്. അത് അവൾക്കറിയില്ല. അവൾക്ക് പിന്നെ അഹങ്കാരത്തോടു കൂടി പിന്നെ ഇവരെ വെല്ലുവിളിച്ചു കൊണ്ടാണ് ഈ പറയുന്നത്. ആരാണ് ഈ യൂട്യൂബിൽ നിലനിൽക്കാൻ കാരണക്കാര് എന്ന് പോലും ഈ സാജിദക്കാർ ഒരറിവില്ല. ഇപ്പം ഈ പാവപ്പെട്ട ആ പെണ്ണിൻ്റെ പിന്നാലെയാണ് കൂടിയേക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഈ സാജിദ ഷാജിയെ ഫോൺ ചെയ്തപ്പോൾ സലാം നമ്മളിപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സലാം ചെയ്യും. അപ്പോൾ സലാം അടക്കുക പോലും ചെയ്യാത്ത ഒരു പെണ്ണ് എന്നുവെച്ചാൽ അത്രയും പക ഉള്ളിലുണ്ട് ഈ ഒരു പെണ്ണിനോട്. അപ്പോൾ അങ്ങനെ സലാം അടക്കാതിരിക്കുകയും അതേപോലെ തന്നെ നീ എരന്നല്ലേ യൂട്യൂബിൽ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ സാജിദ ഷാജി എരന്നിട്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്? അവളുടെ മുൻപത്തെ വീഡിയോ കണ്ടാലറിയാം. ഇപ്പം ഇടുന്ന വീഡിയോസും മുമ്പത്തെ വീഡിയോസും കണ്ടാലറിയാം. ഇപ്പോഴും അവൾ പറയുന്നുണ്ട് മറ്റുള്ളവരെ സഹായം. ഇതേപോലെ തന്നെ ഒരു കണ്ണൂർ പോയിട്ട് ഏതോ ഒരു ഫാമിലി സഹായം ചെയ്തു, അതും ഗൂഗിൾ പേയിൽ ഇടാൻ പറ്റാത്ത അത്രയും ക്യാഷ് എന്നൊക്കെ അവൾ ചിലപ്പോൾ അഹങ്കാരത്തോട് സംസാരിച്ചതാവാം. കാരണം മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര 1000 രൂപയ്ക്ക് പകരം അവൾ 1 ലക്ഷം കിട്ടിയെന്നടക്കം വിളിച്ചു പറയും. അങ്ങനത്തെ അത്രയും അഹങ്കാരിയായ ഒരു സ്ത്രീയാണ് ഈ സാജിദ ഷാജി. കാരണം ആദ്യമൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഒരു യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഒരു 1-2 പേര് അറിയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ, അത് ആണുങ്ങൾക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവം. നമ്മളുടെ പൊതുവായ പെണ്ണുങ്ങൾക്ക്, കൂടുതലും നമ്മളുടെ മുസ്ലിം സ്ത്രീകൾക്ക് വരുന്ന ഒരു സ്വഭാവമാണ്. എല്ലാവരും മൊത്തത്തിൽ മുസ്ലിം സ്ത്രീകളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ ജന്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. കിട്ടുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കൊടുക്കാൻ പോലും ആളുകൾക്ക് സംശയം തോന്നും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട്. കാരണം ഇനിയും നമ്മളുടെ യൂട്യൂബിൽ ഇനിയും ഇങ്ങനത്തെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതിൽ നല്ലവരാര് അല്ലെങ്കിൽ ശരിയല്ലാത്തവരാരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസം നമ്മുടെ യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. കാരണം കുറേ എല്ലാവരും ജെന്യുവിനായിട്ടുള്ള ആളുകളല്ല ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടേണ്ട ആളുകൾക്ക് അത് നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ കൊണ്ടുവരുന്നത്. എന്തായാലും ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നമ്മൾ എന്തായാലും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെയും പറയും മുസ്ലിം താത്ത അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് വേറെ പണിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാവണ കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു യൂട്യൂബിൽ കൂടെ വന്ന് എന്തായാലും ആളുകളെ കൊണ്ട് പറയിപ്പിച്ച്, എന്നാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ പിന്നെയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് എന്താണെന്നാണ് അറിയേണ്ടത്. ഇപ്പം ആ ഒരു പെൺകുട്ടീനോട് പറഞ്ഞേക്കണത് 50 പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുന്നു. ആരെയും വാപ്പാടെയും ഉമ്മയുടെയും വകയല്ല യൂട്യൂബ് എന്ന് പറഞ്ഞ ചാനൽ, നമ്മളുടെ ഫാമിലിയുടെ വക വന്നതല്ല. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഉപകാരമാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് യൂട്യൂബ്. അല്ലാതെ ഒരാൾക്കും ഒരു സ്വത്തവകാശം കിട്ടിയിട്ടില്ല. ഒരാളെ വിളിച്ചിട്ട് എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈ 100 ആളുകളുണ്ട്, അവരെ കൊണ്ട് നമുക്ക് റിപ്പോർട്ട് അടുപ്പിക്കാം, അല്ലെങ്കിൽ അവരെ ചാനലിൽ പോയിട്ട് കമൻറ്റുകൾ ഇടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് അഹങ്കാരത്തോടു കൂടി നീയൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതൊന്നും അധികകാലം നിലനിൽക്കില്ല. ഈ നിന്നെ സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ തന്നെ നിന്നെ താഴോട്ട് ഇരുത്താനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും ആരെയും ചവിട്ടി അരക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. അവനവൻ്റെ ജീവിതം മാത്രം നോക്കിയിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ വെല്ലുവിളിച്ചാൽ നിനക്ക് തന്നെയാണ് നഷ്ടം. നീ കല്യാണം കഴിക്കുന്നതോ വിവാഹം കഴിക്കാതിരിക്കുന്നതോ നിൻ്റെ ഇഷ്ടമാണ്. അതിലാർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പം നിന്നോട് ഒരാൾ വന്നിട്ട് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ താല്പര്യമാണ് നീ വിവാഹം കഴിക്കാതിരിക്കുന്നത്. അതേപോലെ തന്നെ നീ ഒരു നല്ല ഉമ്മയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള വീഡിയോസൊന്നും വിടാൻ പാടില്ല. ഇപ്പം നീ ഞാൻ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ട് അത് റിമൂവ് ആക്കിയാൽ പോലും അത് എത്രയോ പേരെടുത്തിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം? എന്തായാലും കിട്ടുന്ന സഹായവും കിട്ടിയിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് നല്ല രീതിയിൽ പോ. എന്തിനാണ് മറ്റുള്ളവരെയും കൂടെ കഷ്ടപ്പെടുത്തുന്നത്? നീ ആ ഒരു വീഡിയോൻ്റെ താഴെ വരുന്ന നിൻ്റെ അഹങ്കാരമായ ഒരു 6 കമൻറ്റുകൾ
നിനക്ക് അത്രയും ദേഷ്യം ഉണ്ടാവും ഒരു പാവം പെൺകുട്ടിയോട്. എന്തിനാ അതിൻ്റെ ആവശ്യം? നിന്നെപ്പോലെയുള്ള ഒരു സാധാരണ സ്ത്രീയാണ് അവരും. ഭർത്താവ് ഉപേക്ഷിച്ചതായിക്കോട്ടെ, ഭർത്താവ് മരണപ്പെട്ടതായിക്കോട്ടെ, ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ അതൊരു വല്ലാത്തൊരു വേദനാജകമായ ഒരു അവസ്ഥ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് അനുസരിച്ചിട്ട് നമുക്ക് റവന്യൂ കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മളുടെ തലക്ക് അഹങ്കാരം കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആണ്, അതിൽ നല്ലതും ചീത്തയും വരും. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ആളുകൾ നമ്മൾക്ക് കമൻ്റ് ഇടുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. ഒരിക്കലും അവർ നമ്മളോട് എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിലും അവർ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഏറ്റവും വലിയ യൂട്യൂബർമാരാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കേൽബ്രോ ബിജു എന്ന് പറഞ്ഞ ചാനൽ, അവർ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ചാനലാണ്. പക്ഷെ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ, അവർ വന്ന ഒരു ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ അവരെ സ്നേഹിക്കുന്നവർ എത്ര പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പൊതുസമൂഹം, അങ്ങനെയാണ് ആളുകൾ, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നീ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്കൊക്കെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിൻ്റെ തന്നെയാണ് ചാനലിന് ബുദ്ധിമുട്ട്. നിനക്ക് മക്കളെ നോക്കണം, നിൻ്റെ ജീവിതം മുന്നോട്ട് പോകണം, സുഖമായിട്ട് ജീവിക്കണം. എന്തിനാണ് മറ്റുള്ള വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിലും ഭേദം നല്ല ഭാവി ആശംസിക്കുന്നു. കാരണം നിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. മക്കളെയൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമൻറ്റ് മുഖേന അറിയിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും